അത് സന്തോഷമായിരുന്നു. അയ്യോ, ദിസ് വാസ് സന്തോഷ് ബിക്കോസ് ഇറ്റ് ടുക്ക് മീ 2 films. ബിക്കോസ് ഞാൻ ആരെ അസിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് മൈ നോളജ് ഈസ് ഓൺലി വെരി ലിമിറ്റഡ് ഇൻ ടേംസ് ഓഫ് വാട്ട് യു കോൾ ഇൻ ടേംസ് ഓഫ് ഈ വലിയൊരു ഷൂട്ടിങ്ങിന് ഫസ്റ്റ് ഫിലിം വരുമ്പോൾ 100 പേര് ആൾക്കാർ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ടെൻഷനുള്ള സംഭവം അത്. സോ ഹി വാസ് എ കോൺസ്റ്റൻറ്റ് സപ്പോർട്ട്. അല്ലെങ്കിൽ ആ ടൈമിലൊക്കെ ഇവിടെ പിന്നെ ബട്ട് ദെൻ സന്തോഷിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു ചേട്ടനാണെന്നും പറഞ്ഞ് നോ ദിസ് തിങ് യു ടെൽ വാട്ട് യു വാണ്ട്. പിന്നെ സിമ്പിളായിട്ടുള്ള ഷോർട്സൊക്കെ പറഞ്ഞാൽ പിന്നെ എന്നെ വിളിച്ചേ. അപ്പോൾ അതിനും കൂടെ നമ്മൾ ഒന്നാമത്തെ കാര്യം ആദ്യത്തെ പടം, രണ്ടാമത്തെ കാര്യം അൺയൂഷ്വലായിട്ട് ഫ്രെയിംസ് ആലോചിക്കണം. അല്ലെങ്കിൽ അയാൾ പറയും നിങ്ങൾ ഇതിനെ വേറെ വല്ല വിളിച്ചാൽ പോരെ. ഈ പടത്തിൽ 7 ഫൈറ്റ് ഉണ്ടായിരുന്നു. 7 ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അന്നത്തെ കാലത്ത് വലിയൊരാളായിരുന്നു സൂപ്പർ സുബരായൻ. ഷർട്ടൊക്കെ ഇങ്ങനെ തുറന്നിട്ട് പോലെ ഹെഫ്റ്റി ഗായ്, ഇത്രയുണ്ട് കയറുമാല പോലെ വന്നിട്ട് ഇവിടെ ഒരു എസ് വരും, ഒരു നെക്ലസ്, അതെല്ലാം ഗോൾഡില്ല. ഞാനന്ന് പാംഗ്രോയിൽ കയ്യിലായിരുന്നു. അപ്പോൾ ടക്ടർ വന്ന് ഒരാൾ വന്നു, സർ മാസ്റ്റർ വന്നു. അപ്പോൾ ഏത് ഒരു പടി നോക്കിയപ്പോൾ ഇയാൾ ഒരു ഇല്ല സിനിമ കണ്ട ഡ്രാമാറ്റിക് എൻട്രൻസ് മുറുക്കിയൊക്കെ തുപ്പി. അപ്പോൾ ഇയാൾ നോക്കിയപ്പോൾ ഒരാളൊരു കയ്യിലേക്ക് എടുത്തൊരു ഷർട്ട് ഇട്ട് ദാറ്റ് ഫസ്റ്റ് ഫിറ്റിംഗ്. ഇൻഫാക്ട് ഞാൻ സൂപ്പറായിട്ട് 3 പടം ചെയ്തു. അത് കഴിഞ്ഞ് ഫസ്റ്റ് സോങ് വ്യൂഹം മേഡ് നോ സോങ്സ്. ദ ഐഡിയ ഓഫ് വ്യൂഹം വാസ് നോ സോങ്സ്, ഫൈറ്റ്സ്. എന്തെങ്കിലും ഒന്നും വേണമല്ലോ USP. ഇതെല്ലാം അടിയായിരുന്നു. സോ വ്യൂഹം ഡിഡ് ഹാവ് മെനി സോങ്സ്. So my first song was in Yodha. Padagali was, I think, perhaps the first song. I don't think in my life I am going to meet an actor who will be better than Lal. He's as a person, superb. As നമ്മൾ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ 99% of the tension ഒരു ഷൂട്ടിങ്ങിലുണ്ടാവുമല്ലോ, ടെൻഷൻ, ദാറ്റ് ഹി വിൽ ഈസ് ഇറ്റ്. അത് ഞാൻ പറഞ്ഞാൽ നമ്മൾ ഡയറക്ടർ ആയാലും ശരി ലൈറ്റ്മാൻ ആയാലും ഹി മേക്സ് എവരി വൺ വെരി കംഫർട്ടബിൾ. പിന്നെ ദ ഈസ് അറ്റ് വിച്ച് ദാറ്റ് ആക്ടർ പെർഫോംസ്. ഞാൻ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് മലയാളം പടം ചില പടം നമുക്ക് ഹിന്ദിയിൽ റീമേക്ക് ചെയ്യാമെന്നൊക്കെ പറയാം. പക്ഷേ ലാൽ സാർ അഭിനയിക്കുന്ന ഏത് പടവും നമുക്ക് വയ്യ. ബിക്കോസ് ഐ ഫീൽ that film is that film because Lal sir is in it. So there was a very old film called Golden Child, which had nothing to do with Yodha. Golden Child, the villain has got magical powers and hero will never meet the boy. But it was a different kind of a story. So we took the basic inspiration from that film and we reworked. Because our whole idea was to have a little fun with the boy and Lal. There are 2 people bonding, not knowing that this guy is a living god. He's an ordinary man. That was the fun. That is how it started. So once that thing was written, we went to reward in script writer. Lal sir totally believed in the film. Lal sir said, no, we will do. Pakka, no tension. But ഞാൻ അന്ന് എനിക്കറിയാവുന്ന വ്യൂഹത്തിൽ ഒരു മലയാളം പടം ചെയ്തു. അന്ന് അറിയാവുന്ന എല്ലാ മലയാളം സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ ഞാൻ ഈ കഥയും കൊണ്ട് ചെന്നു. അപ്പോൾ അവരെല്ലാം പറഞ്ഞു നിങ്ങൾക്ക് വട്ടാന്ന്. ബിക്കോസ് 20 മിനിറ്റ് മലയാളമില്ല, സം നെപ്പോളി തിങ്, സം ബുദ്ധിസ്റ്റ് തിങ്, ഹൂസ് അണ്ടർസ്റ്റാൻഡിങ്, ടെൻഷനായിരുന്നു. അപ്പോൾ ഒരു കഥ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ. അവസാനം ലാൽ സാർ പറഞ്ഞു ദാമോദരൻ മാസ്റ്റർ പോയി ഒന്ന് കണ്ടായിരുന്നു. ഓക്കെ, മാസ്റ്ററെ കണ്ടു. അതും പാംഗ്രോയിലാണ്. ദാമോദരൻ മാസ്റ്റർ പറഞ്ഞു മോനെ ഒരു 10 ദിവസം തരും, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു വിട്ടു. 10 ദിവസം കഴിഞ്ഞ് മാസ്റ്റർ വിളിച്ചു. കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞ കഥ ഒന്ന്, സാറ് പറയുന്ന കഥ വേറെ, ഒരു ബന്ധവുമില്ല. ബിക്കോസ് സാറിൻ്റെ ഹോൾ തിങ് വാസ് അന്നത്തെ ആ ടോപ്പ് ഈ നാട് അങ്ങനത്തെ പടങ്ങളും ഡയലോഗും ഒക്കെ ഉള്ള ഇത് അങ്ങനെയുള്ളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ മോൻ കണ്ടപ്പോൾ ചോദിച്ചു എന്ത് വരിക പറഞ്ഞു സാർ ഇത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത് എന്താണ്? അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ അത് കുറച്ച് ഷോർട്ട്സ്, വലിയ ഡയലോഗൊന്നും ചുമ്മാ ഇങ്ങനെ ഇവിടുന്ന് ഇവിടെ പോയി ഇങ്ങനെ. അവരോട് പറഞ്ഞു മോനെ ഇത് ഞാൻ പറഞ്ഞത് രാത്രിയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് പിന്നെ വെളിച്ചോ, ഇത് രണ്ടും കൂടെ ചേരത്തില്ല. അതുകൊണ്ട് ഇത് വേറൊരാളെ കാട്ടിലും നിങ്ങൾ തന്നെ എഴുതാൻ. അപ്പോൾ ഞാനെന്ത് എഴുതാൻ, ഐ ഡോണ്ട് നോ ഇവൻ നോട്ട് ടു റൈറ്റ്. ഇറ്റ് നോ യു റൈറ്റ്, ഇറ്റ് ഈസ് ബെസ്റ്റ് ദറ്റ് യു റൈറ്റ്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അലക്സ് കടവിൽ, ഈ വാസ് ഒരു നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ഞാനും അലക്സ് കടവിലും പിന്നെ കൂടെ സന്തോഷ ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങളിരുന്ന് നെപ്പോൾ പോർഷൻ കംപ്ലീറ്റ് ഞങ്ങൾ
റെഡിയാക്കി. പക്ഷേ കേരള പോർഷൻ റെഡിയില്ല അപ്പോഴും. അങ്ങനെയാണ് ഞങ്ങൾ ശശിധരൻ ആറാട്ട് വഴി എന്ന ആളിനെ കാണുന്നത്. അദ്ദേഹം ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, ഞാനൊരു കൈ നോക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹമാണ് ആ ഹോൾ കേരള പോർഷൻ കംപ്ലീറ്റ് എഴുതി. ഹി merged it with the rest of the story.